ഈ CPN വീഴ്ച കണ്ടിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഡിസംബർ മുതൽ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടാൻ പോകുന്നു, മുതലെടുക്കാൻ ഞങ്ങൾ ഉണ്ടല്ലോ ഇവിടെ, നാട്ടുകാർക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, CPM-ന് വോട്ട് കിട്ടില്ല, അപ്പൊ വോട്ടല്ല ഞങ്ങൾക്ക് കിട്ടും, 100 സീറ്റ് കിട്ടും, 120 സീറ്റ് കിട്ടും, 150 സീറ്റ് കിട്ടും, അപ്പൊ 150 സീറ്റ് ഇല്ല എന്ന് പറയുമ്പോഴൊക്കെ 140 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി എത്രയോ തവണ പറഞ്ഞതാണ്, ഇന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഈ ലോകത്തിൽ, ഈ രാജ്യത്തിൽ ഏറ്റവും നാണമില്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. നാണമില്ല എന്ന് മാത്രം പറയുന്നില്ല, നുണ പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമി പോലെ സംഘടനയുടെ ഒപ്പം രാഷ്ട്രീയം ചെയ്ത് ജയിക്കാൻ നടക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം, സമ്മതിക്കില്ല. ഇവിടെ താമസിക്കുന്ന ഓരോരോ മലയാളി തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി വേണ്ട, ഞങ്ങൾക്ക് ഈ നാട്ടിൽ അഴിമതി വേണ്ട, ഞങ്ങൾക്ക് ഈ നാട്ടിൽ കുടുംബ രാഷ്ട്രീയം വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് വികസിത കേരളമാണ്. ആ വികസനത്തിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് പറയാൻ അവകാശം? കർണാടകയിൽ ഭരിക്കുന്നു, ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്നു, തെലങ്കാനയിൽ ഭരിക്കുന്നു. അതിന്റെ മുമ്പ് ജനങ്ങൾ അവസരം കൊടുത്ത് 10 കൊല്ലം ഇന്ത്യ ഭരിച്ചു. 8 മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന് ഇന്ത്യ ഭരിക്കുന്ന UPA സർക്കാരിൽ. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? വട്ടപൂജ്യം, ഇല്ല, ഒന്നും ചെയ്തില്ല. ഇന്ന് തെലങ്കാനയും കർണാടകയും ഹിമാചൽ പ്രദേശിന്റെ സ്ഥിതി എന്താണ്? വ്യാജ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ കോൺഗ്രസ് പാർട്ടി 3 സംസ്ഥാനത്തിന്റെയും ഇക്കോണമിനെ നശിപ്പിച്ചു കഴിഞ്ഞു. തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? കടം വാങ്ങാണ്ട് എനിക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. കർണാടകയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറയുന്നു, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പറഞ്ഞു, വികസനത്തിന് ഞങ്ങൾക്ക് കാശില്ല. ഇതാണ് സ്ഥിതി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസ് എത്രയോ തവണ കേരളം ഭരിച്ചതാണ്, അഴിമതി ചെയ്ത പാർട്ടിയാണ്. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ഇത് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ജയിക്കുന്നോ കേരളം ഭരിക്കുന്നോ, ഞാൻ ഏറെ ബഹുമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് സമ്മതിക്കില്ല, അത് ജനങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവർക്കറിയാം വികസനം ഇവിടെ കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു ഒറ്റ പാർട്ടിയാണ്, കഴിവുള്ള ഒരു ഒറ്റ പാർട്ടിയാണ് BJP NDA. നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം ഇന്ത്യയിൽ കൊണ്ടുവന്ന വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ BJP NDAക്ക് മാത്രമേ കഴിയുള്ളൂ.